ഇന്ന് പയ്യന്നൂർക്ക് പോവാ, എൻ്റെ നാട്ടിലേക്ക്. ബസ് കാത്ത് നിൽക്കുക. പൊന്നൂസിനെയും മാളുവിനെയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോണത്. സ്കൂൾ പൂട്ടിയപാട് പോയതാ. അങ്ങനെ തിരൂർ ബസ് സ്റ്റാൻഡ് എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിലൊക്കെ, ലേറ്റും ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ ഓടിയതാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ചെറിയ ലഗേജൊന്നും ആയിരുന്നില്ല പുറത്തുണ്ടായിരുന്നത്. അങ്ങനെ സ്റ്റേഷനെത്തി, തിരൂർ റെയിൽവേ സ്റ്റേഷൻ. നല്ല റഷ് ഉണ്ടായിരുന്നു. കറക്റ്റ് ടൈമിലാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് ബാക്ക് അത്രയേ ഉള്ളൂ. അങ്ങനെ ട്രെയിനെത്തി. ഇൻ്റർസിറ്റിയാണ് പോകുന്നത്. അപ്പോൾ അധിക സ്റ്റോപ്പിലൊന്നും നിർത്തില്ല, പെട്ടെന്ന് എത്തും. അങ്ങനെ കോഴിക്കോട് സ്റ്റേഷനെത്തി. എന്താണെന്നറിയില്ല, ഇത്തവണ ചായ കാപ്പി എന്ന് പറഞ്ഞ് വരുന്നവരൊന്നും കണ്ടില്ല. അതുകൊണ്ട് കുടിക്കാനും പറ്റിയില്ല. കോഴിക്കോട് എത്തിയ ചായയും സമോസയും മസ്റ്റാണ് എനിക്ക്. യാത്രകൾ പൊതുവെ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് ഞാൻ നോക്കും, കാഴ്ചകൾ കാണാൻ. യാത്രകൾ ചെയ്യുമ്പോൾ പൊതുവെ ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. ഇനി ബാക്കിയുള്ളവർ കയ്യിൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുക, അതാണ് പതിവ്. ഇന്ന് പിന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് ഫോൺ എടുത്തത്, വീഡിയോസ് എടുത്തത്. സാധാരണ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് നിന്ന് എനിക്ക് സീറ്റ് കിട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് പരപ്പനങ്ങാടിയിൽ നിന്ന് തന്നെ സീറ്റ് കിട്ടി. അതും വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനും എന്നെ പ്രേരിപ്പിച്ചത്. ഇടയ്ക്കെൻ്റെ മനസ്സ് ഇല്ലത്തേക്കൊന്ന് പോയി. കാത്തിരിക്കുന്ന കുട്ടികളും അമ്മയും അച്ഛനും അനിയനും അനിയൻ്റെ വൈഫും കുട്ടിയും, അങ്ങനെ എല്ലാവരും. അതിനൊരു സുഖം വേറെ തന്നെയാണ്. അങ്ങനെ പയ്യന്നൂരെത്തി. ഇതൊക്കെ കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അല്ല, എന്നിരുന്നാൽ പോലും ഇത് കാണിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്കുള്ള യാത്ര പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ്. ഇതാ, നിങ്ങൾ ഇതിലേക്കൂടി ഇങ്ങനെ നോക്കാറുണ്ടോ? എന്ത് രസമല്ലേ. അതാ, ഇതിൽ ട്രെയിനിൻ്റെ അറ്റം കാണുന്നില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഇങ്ങനെ അച്ഛൻ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എത്തിയോന്ന് ഇങ്ങനെ ഏന്തി നോക്കുക. ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പഴയങ്ങാടി എത്തിയപ്പോൾ എന്നെ കൂട്ടാൻ വരണമെന്ന്. അപ്പോൾ അച്ഛൻ വണ്ടിയായിട്ട് വരും കൂട്ടാൻ. അവിടെ ഒരു വണ്ടിയുണ്ട്, പക്ഷേ അത് അച്ഛനല്ല. വരുന്നുണ്ട്, എൻ്റെ ഡാഡി വരുന്നുണ്ട്. ഇതാണ് മിസ്റ്റർ കൃഷ്ണൻ നമ്പൂതിരി, എൻ്റെ അച്ഛൻ. ഞാൻ വീട്ടിലെത്തുമ്പോഴുള്ള വീഡിയോ സവിതേനോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സവിത എന്ന് പറഞ്ഞാൽ അനിയൻ്റെ വൈഫ്. അപ്പോൾ കുട്ടികളുടെ എക്സ്പ്രഷൻസ് എങ്ങനെ ഉണ്ടാവും കണ്ടില്ലേ? ടൻ ടൻ ടൻ. കുട്ടികൾ ഓടി വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വന്നപാട് കുട്ടികൾ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നതും. ഷോ, ഇത്ര ദിവസമായി. സന്തോഷമുള്ള ഓരോ നിമിഷങ്ങളത്. പിന്നെ പിള്ളേർ ബാഗ് തപ്പലാണ് പ്രധാനം. എന്തൊക്കെയാണ് കൊണ്ടുവന്നു, വേറെ ചില ഓരോ നിമിഷങ്ങൾ കുട്ടികളൊത്ത്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. കാണാത്തവരൊക്കെ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.